ഹലോ KL@TNൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീച്ചിൻ്റെ ഇവിടെയായിട്ട് കടലാമയുടെ മുട്ട വിരിയിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് തമിഴ്നാട് ഗവൺമെൻറ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കടലിലൊക്കെ ഇപ്പോൾ കടലാമകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളൊരിതിൽ അവർ പുതിയതായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ 60 ദിവസത്തോളം ആയി. അപ്പോൾ അതിൻ്റെ ആൾക്കാരോട് നമ്മൾ ബന്ധപ്പെട്ട് അപ്പോൾ അവർ വരുന്ന സമയങ്ങളിൽ പോയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുട്ട ഇവിടെ മണലിനടിയിൽ കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2000-ഓളം മുട്ടയുണ്ട്. അപ്പോൾ ഓരോ ബാച്ചായിട്ട് ഏതൊക്കെ സമയത്ത് വിരിയുന്നത് അവർക്ക് അറിയാതുകൊണ്ട് ദിവസം വന്നിങ്ങനെ നോക്കും. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഒരു ദിവസം അതിനകത്ത് ആക്റ്റീവായിട്ടുള്ള കുഞ്ഞിനെ നമുക്ക് കയ്യിലോട്ട് എടുത്ത് പിടിക്കാനൊക്കെ തന്നു. അപ്പോൾ അവർ നേരത്തെ പല ദിവസങ്ങളിലായിട്ട് അവർ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ ആമ മുട്ടയിടുന്നതാണ് സംഭവം കാണുന്നത്. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളെ അവർ കടലിലേക്ക് വിട്ടു കഴിഞ്ഞാലും എത്ര പേര് ജീവനോടെ പിന്നീടുണ്ടാവും എന്നുള്ളത് അവർക്ക് തന്നെ ഒരു പിടുത്തല. കാരണം പലപ്പോഴും ആയിട്ട് ചില വലിയ മീനുകൾ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മീൻപിടുത്തക്കാരുടെ വലയെ കുടുങ്ങിയിട്ടോ അങ്ങനെയൊക്കെ ആയിക്കൊണ്ട് ചിലപ്പോൾ ഈ കടലാമ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ മരിച്ചേക്കാം. പക്ഷെ 12 വർഷം കഴിയുമ്പോൾ ഈ വിട്ടിരിക്കുന്ന ആമ കുഞ്ഞുങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ അവർ ഇതേ തീരത്ത് തന്നെ വന്നിട്ടായിരിക്കും മുട്ട ഇടുക എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ അത്ര നിസ്സാരക്കാരല്ല. ഇവരെങ്ങാനും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ 7 വർഷം തടവും 25,000 രൂപയാണ് ഫൈൻ. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പല ദിവസങ്ങളായിട്ട് കോൺടാക്ട് ചെയ്ത് പല ദിവസങ്ങൾ പല സമയങ്ങളിലായിട്ട് ഇവിടെ ചെല്ലുന്നുണ്ട് ഇതിങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു 5:30, 5:45, 6 മണിയോട് കൂടിയാണ് ഇത്രയും ആമക്കുഞ്ഞുങ്ങളെ ഇവിടെ കടലിലേക്ക് റിലീസാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മുട്ട വിരിഞ്ഞ് മുകളിലേക്ക് ആക്റ്റീവ് വന്നവർ അവർ ബാസ്ക്കറ്റിലെടുത്ത് ഇവിടെ കൊണ്ട് തീരത്ത് വെച്ചിട്ട് ഇതുങ്ങൾ തന്നെ അങ്ങ് തിരയിലേക്ക് ഇറങ്ങി പോവുകയാണ് സംഭവം. ഭയങ്കര രസം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് കാണുന്നത്. അപ്പോൾ കടലിൽ ഇത്തരത്തിലുള്ള ആമകളുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടി വരുന്ന ഈ ഒരു കാലത്ത് അപ്പോൾ സർക്കാർ തന്നെ ഏറ്റെടുത്ത് പുതിയൊരു സംഭവമാണിത്. എന്തായാലും ഇവരൊക്കെ തന്നെ പോയിട്ട് ആ വെള്ളത്തിൽ അതിജീവിക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എത്ര ആമക്കുഞ്ഞുങ്ങളെയാണ് ഓരോ ദിവസം ഇങ്ങനെ റിലീസാക്കുന്നത് എന്നുള്ളത് അവരുടെ റെക്കോർഡിൽ അവർ എഴുതി സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നോക്കാനായിട്ട് ഇവിടുത്തെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ദിവസവും ഇങ്ങനെ രാത്രിയും പകലും ഇല്ലാത്ത രീതിയിൽ വന്നിങ്ങനെ നോക്കുന്നത്. ഇത് ഈ ബോർഡറൊക്കെ തെറ്റിച്ച് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ മണലിൽ കൂടി ഇങ്ങനെ തന്നെ എഴിഞ്ഞു പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അവർ കണ്ടിട്ട് പിന്നെ അതിനെ തിരിച്ചു കൊണ്ട് വെക്കുകയും പിന്നീട് അവർ എണ്ണി തിട്ടപ്പെടുത്തി ബീച്ചിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും ഒരുമിച്ച് പോകുന്നത് കാണാൻ പറ്റി. ഭയങ്കര രസമാണ്. എല്ലാവരും മെല്ലെ മെല്ലെ ആദ്യമായിട്ട് ചുവട് വെച്ച് മെല്ലെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ നേരെ എടുത്തിട്ടാണ് പതിയെ വെള്ളത്തിനകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഭയങ്കര രസം തോന്നിയിട്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഫുൾ വീഡിയോ ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മുട്ട ഇവർ മണലിനെ നല്ലൊരു കുഴി എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് മണൽ വെച്ച് മൂടിയിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് അധികാരം കയറാതിരിക്കാൻ ഒരു ബോർഡറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ മുകളിലേക്ക് പുറത്തേക്ക് ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വിരിഞ്ഞ് നല്ല ആക്റ്റീവായ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഇങ്ങനെ ബീച്ചിലേക്ക് വിടും. പിന്നെ അത് അവരുടെ ലോകം അത് അങ്ങനെ അങ്ങ് സർവൈവ് ചെയ്ത് പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.